നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബിസിനസ്സിനൊപ്പം നിങ്ങളുടെ 3 പേരുടെ ശത്രു ഒരാളാണ്, ഒരു പൊതുശത്രു. വന്ദന. ബിസിനസ് മിന്നടെ. ഓക്കെ. അന്ന് ഞാൻ വിക്രമിന്റെ പ്രസംഗം വല്ലാതെ ആസ്വദിച്ചു. പക്ഷേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ സാഗറിനെ കണ്ടിരുന്നു. അല്ല, അത്രയും തിരക്കിനിടയിൽ കണ്ട ഒരാളെ ഇത്രയും വ്യക്തമായിട്ട് ഓർത്തു വെക്കോ? അത്ഭുതമായിരിക്കുന്നല്ലോ. എന്റെ ബിസിനസിന്റെ രീതി അതാണല്ലോ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു ബിസിനസ് ലൈനാണ് എന്റേത്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്റെ ജോലി കുറഞ്ഞു. വിക്രമിന്റെ സഹായത്തോടെ സാഗറിന്റെ കമ്പനി നിർമ്മിക്കുന്ന പുതിയ ബിൽഡിങ്ങിന്റെ സ്ഥലമാണിത്. നമ്മൾ ഒന്നിക്കുന്നത് ഈ സൈറ്റിൽ വെച്ച് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി ഒത്തുകൂടുന്ന സ്ഥലത്തിനും വേണമല്ലോ ഒരു ഭാഗ്യരാശിയൊക്കെ. ഏത് ബിസിനസിന്റെയും അടിസ്ഥാന ലക്ഷ്യം ലാഭമാണ്. നിങ്ങൾ 3 പേരും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ 3 പേർക്കും ലാഭം മാത്രമേ ഉണ്ടാവൂ. അതെ, ഇതേ എന്റെ പാർട്ടി സെക്രട്ടറിയാ, തലയാ. നമ്മൾ 3 പേരെയും തമ്മിൽ സിൻഡിക്കേറ്റ് ആക്കണമെന്നുള്ളത് പുള്ളിക്കാരന്റെ തലയിൽ ഉദിച്ച ആശയമാണ്. അതെ, സത്യം പറഞ്ഞാൽ കള്ളന് കഞ്ഞിവെച്ചവനാണ് എന്ന് പറയാം. ഈ 3 വ്യക്തിത്വങ്ങളും ഒരുമിച്ച് നിന്നാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളുടെ ഉരുക്കുകോട്ട തകർക്കാനാവില്ല. നേർക്കോലി വിചാരിച്ചാലും അത്താഴം മുടക്കാം. അത്തരം ഒരു നേർക്കോലിയാണ് നമ്മൾ 3 ശക്തികളെയും തമ്മിൽ ഒരുമിപ്പിക്കുന്നത്. നീർക്കോലിയോടൊപ്പം ഒരു രാജവമ്പാൽ കൂടിയുണ്ട്. ആ കൂട്ട് പൊളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ. ബിസിനസ്സിനൊപ്പം നിങ്ങളുടെ 3 പേരുടെ ശത്രു ഒരാളാണ്, ഒരു പൊതുശത്രു. വന്ദന. അവളെ തകർക്കാനായി ഈ 3 ശക്തികളെ ചേർന്നാൽ ശരി, കൊടുകൈ.
എന്റെ ചക്കരവാവെ ഞാൻ എടുക്കാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നാലും സൂക്ഷിക്കണം. ഈശ്വര, ഈ മനുഷ്യന് വട്ടായോ? മോളെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ദിയമോൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് പാലാ. പഠിച്ച് തളർന്നു വരുന്നതാ. ഒരു ഉന്മേഷം കിട്ടട്ടെ. മോൾക്ക് ഒരു കാര്യത്തിന് ഒരു കുറവ് വരുത്തരുത്. അതിനുള്ള പണം ഞാൻ തന്നേക്കാം. പാലിൽ പ്രോട്ടീൻ പൗഡർ ചേർത്ത് കഴിക്കണമെന്നാ ടീച്ചർ പറഞ്ഞത്. മോളെ, പ്രോട്ടീൻ പ്രോട്ടീൻ. സുത്രേ, ഒരു ഗ്ലാസ് പ്രോട്ടീൻ കലക്കിയ സ്പെഷ്യൽ പാലിങ്ങെടുക്ക്. ഇത് ശരിക്കും വട്ടായ മുട്ട. എന്തുപറ്റിയായിരുത്? മനോജിന്റെ ഫോൺ വന്നിരുന്നു. ബിസിനസ് കാര്യമായിട്ട് എവിടേക്ക് പോണം, വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിരിക്കുവാ. ഓ, അതിനാണോ നിനക്ക് ഇത്ര ടെൻഷൻ? ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. മനോജ് പരമാവധി ബിസിനസ് ശ്രദ്ധിക്കട്ടെ, ജീവിതമൊക്കെ ഒന്ന് പച്ചുപിടിക്കട്ടെ. ഹരിത പ്രഗ്നന്റ് അല്ലേ? ഇപ്പോഴാ ഭർത്താവ് അടുത്ത് തന്നെ വേണ്ടത്. അത് മനോജ് എന്താ ഓർക്കാത്തത്? മനോജിന് അമ്മ പണം കൊടുത്ത് സഹായിച്ചതിന്റെ ചൊരുക്ക പ്രകാശേട്ടന്. അപ്പ പൊട്ടിയ കുരു ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആന്റി, ദിയമ്മൾക്ക് പാല് കിട്ടില്ല. പൊടി കുതിച്ചി. പ്രകാശേട്ടൻ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ഇട്ട പാലിന്റെ കാര്യം ഇവള് മറന്നിട്ടില്ല. പ്രകാശേട്ടൻ ഏതോ ഏജൻസി ഏർപ്പാടിന്ന് നല്ല വരുമാനമുണ്ട്. അതിന്റെ ഗുണമൊന്നും എനിക്കും ഗോകുലിനും കിട്ടുന്നില്ല. എന്നാ ദിയമോക്കെങ്കിലും കിട്ടട്ടെ. മോളെ, രാത്രിയിൽ ആന്റി ഈ കാര്യം അങ്കിളിന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. നല്ല മൂടാണെങ്കിൽ കാര്യം ഓക്കെ ആവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.